ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിങ്സ് ഓഫ് മാജിക്. അപ്പോൾ വിങ്സ് ഓഫ് മാജിക്കിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ 3 ആണിന്ന് അറ്റ് UK. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വിജയ് ചേട്ടൻ്റെ വീട്ടിലാണ്, നമ്മളെ സ്പോൺസറായ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകുന്നത് 27 ആണ്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഇപ്പോൾ വിജയ് ചേട്ടൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ ഉച്ചയായിട്ടുണ്ട്, ടൈം ഒരു 12:30 ആയി. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് പ്രോഗ്രാം സ്ഥലത്തേക്കാണ്. അപ്പോൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഡേ 1 and 2 ഒക്കെ നിങ്ങൾ കണ്ടു ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലായിട്ട് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണാം, വീഡിയോ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിൽ എത്തിയപ്പോൾ നല്ല ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് ബിജു ചേട്ടൻ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത ലഞ്ചാണ്. ബിജു ചേട്ടനും ജോബി ചേട്ടനും ചേച്ചിയൊക്കെ കൂടെ ചേർന്നാണ് ഈ ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്തത്. ഇത് ബിജു ചേട്ടൻ്റെ സ്പെഷ്യൽ മീൻകറി ഊണുമാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഊണൊക്കെ കഴിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണ് ബിജു ചേട്ടൻ്റെ വീട്ടിലൊരു പെറ്റാണിത്, ഒരു മുയലാണിത്. ഓക്കെ, ഈ മുയൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ കാണുമ്പോഴത്തെ ഒരു മുയലല്ല, ഇത് ബിജു ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ ഒരു ഏരിയയാണ് വരുന്നത്. നമ്മളിവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഇവിടെ നമ്മളെല്ലാവരും ചേർന്ന് അടിപൊളി ഫോട്ടോ, അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ മുയൽ അവിടുത്തെ പെറ്റിന് നല്ല ബൈയൊക്കെ പറഞ്ഞു. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞു യാത്ര അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. ബൈ ബൈ. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 2 കാറിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ജോബിച്ചൻ്റെയും ബിജുച്ചൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ജോബിച്ചൻ്റെ കാറ്, അപ്പോൾ ബിജുച്ചൻ്റെ കാർ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചേച്ചിക്ക് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ഒരു 3-4 മണിക്കൂർ ട്രാവലുണ്ട്. അടുത്താണ്, എന്നാലും പക്ഷേ വീക്കെൻഡ്സ് ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക് കാണും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണ്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച ഉടനെ ഇറങ്ങി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പ്രോഗ്രാം സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് നല്ല വെയിലാണ് കേസ്. അപ്പോൾ വെയിലാണെങ്കിലും നമ്മളെ ഇവിടെ പോലെയല്ല, നല്ല തണുത്ത വെയിലാണ്, ചൂടില്ല. അവിടുത്തെ വെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോയത് പിന്നെ പെട്രോൾ പമ്പിലേക്കാണ് പിന്നെ പോയത്. പെട്രോൾ അടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. അങ്ങനെ നമ്മൾ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇറങ്ങി ഫ്യൂവൽ ഫില്ല് ചെയ്യണം. അതാണ് ഈ പുറത്ത് രാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേകത. ഇവിടെ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുക്കുക, നോബ് എടുക്കുക, നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക, പെട്രോൾ അടിക്കുക. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് പോകാം. അങ്ങനെ വെറുതെ പോകാൻ പറ്റത്തില്ല. നമുക്ക് നേരെ അവിടെ നിന്ന് ബില്ല് കിട്ടും. ആ ബില്ല് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുക. നമുക്കതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരുപാട് നല്ല നല്ല പച്ചപ്പാണ് ഇവിടെ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഈ UK തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു അണ്ടർപാസിൽ കൂടിയാണ് നമ്മൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ആ അണ്ടർപാസ്. ഇതൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അടുപ്പിച്ച് ഈ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇവിടെ പോകാൻ വേണ്ടി തന്നെ ഓരോ വണ്ടികൾക്ക് ഓരോ ട്രാക്കുണ്ട്. ആ ട്രാക്കിൽ കൂടെ മാത്രമേ നമുക്ക് പോകാനും പാടുള്ളൂ. അതിവിടുത്തെ റൂളാണ്. അങ്ങനെ ഒരു 4-5 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞിട്ട് ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്താണെങ്കിൽ ഇതുപോലെ ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസ് കയറുന്ന സമയത്ത് ഞാൻ എപ്പോഴും കൂവാറുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ കൂവിയിട്ടുണ്ടായിരുന്നില്ല. എന്താ വിചാരിക്കുക നമ്മളെ പറ്റി. അങ്ങനെ നമ്മൾ ആ ഒരു അണ്ടർപാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ UKയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഡാഫോർഡ് ക്രോസിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വന്നിട്ട് ഒരു UKയിൽ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഡാഫോർഡ് ക്രോസിംഗ് ആണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല, വണ്ടി നിർത്തുക അങ്ങനെയുള്ള പെർമിഷൻസ് ഒന്നുമില്ല. ഇവിടെ കൂടെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട്. ആ ഓപ്പോസിറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജ്, ഈ ഒരു ക്രോസിങ് നമുക്ക് നല്ലതുപോലെ അവിടെ വ്യൂ ആയിട്ട് കാണാനും പറ്റും. പക്ഷേ സാധാരണ രീതിക്ക് നമുക്ക് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഫൈനാണ്. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടിയൊന്നും നിർത്തത്തില്ല. പിന്നെ നമ്മൾ ഈ ഡാഫോർഡ് ക്രോസിങ് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ പോകുന്നതിൻ്റെ ലെഫ്റ്റും റൈറ്റും സ്ഥലത്ത് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പുറത്തുകൂടെ നമുക്ക് പോവേണ്ടി വരും. അത് വേറൊരു സ്ഥലമാണ്, വേറൊരു പാസിംഗ് ആണ്. അവിടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിത് അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഒരു കാരവനാണ്. കാരവൻ ഇങ്ങനെ കാറിൽ ഹുക്കപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ആൾക്കാരിങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാ വീട്ടിലും മിക്ക ഒരു കാരവനും കാണും. ഈ കാരവൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. നമുക്ക് ഈ ഫോറസ്റ്റ് ഏരിയയിൽ അങ്ങനെയൊക്കെ ഉള്ളിലോട്ട് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഹോൾഡർ റൂംസും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാരവൻ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഓരോ സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനൊരു നല്ല പ്രത്യേകത നമുക്ക് നാട്ടിലുണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്പോട്ടിലെത്തി. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം ഇന്ന് നടക്കുന്നത്. അവിടെ നമ്മൾ എൻട്രൻസിൽ കൂടെ കടന്നു പോകുന്ന ഒരു വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാം റെഡി ആയിട്ട് നിൽപ്പുണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരാണ് നമ്മുടെ പ്രോഗ്രാംസ് ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ട്.
അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേജിലേക്ക് പോവുകയാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേജ്. നമ്മൾ കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജിലേക്ക്. ഇതാണ് ഗൈസ് നമ്മളിന്ന് പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റേജ്. ഗംഭീര സ്റ്റേജാണ്, നല്ല ചെയറൊക്കെ ഇട്ട്. പബ്ലിക്കൊന്നും വന്നിട്ടില്ല. നമുക്കിനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്റ്റേജാണ് നമ്മളിന്ന് അറുമതിക്കാൻ പോകുന്ന സ്റ്റേജ്. Hi. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടി ഫാൻസിനെ കിട്ടി. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവർക്കൊക്കെ പ്രോഗ്രാം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നല്ലൊരു ഹാപ്പി മൂഡിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പോകുന്നത് സുമേഷ് ഏട്ടൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. സുമേഷിൻ്റെ കസിൻ ബ്രദറാണ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് സുമേഷ് ഏട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ ഇവിടെ നിന്നാണ്, നമ്മുടെ ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഒന്നും വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ സമയത്ത് സുമേഷ് ഏട്ടന് ഒരു സ്നാക്സ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നത് ഓറഞ്ചാണ്. ഇതിപ്പോൾ ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടായ ഒരു ഓറഞ്ചാണ്. അങ്ങനെ ഓറഞ്ച് ഇത് ലൈവാണെന്ന് വെച്ചിട്ടാണ് അഭിചേട്ടൻ വന്നിട്ട് നമസ്കാരം ഒക്കെ പറയുന്നത്. അങ്ങനെ എല്ലാവരും നമസ്കാരം പറഞ്ഞ അഭിചേട്ടൻ പോയി. ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടായിരുന്നു, ഇതൊരു പൂച്ചക്കുട്ടിയാണ്, നിങ്ങൾ കണ്ടോ? പക്ഷേ ഇത് ഒറിജിനൽ പൂച്ചയല്ല, ഇത് നമ്മുടെ ഒരു പാവക്കുട്ടിയാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടോണ്ട് നമ്മൾ ഒറിജിനൽ തോറ്റു പോകുന്ന രീതിക്കാണ് ഈ ഒരു പൂച്ചക്കുട്ടിയെ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് വെറും ഒരു പാവയാണ്. എൻ്റെ തൊട്ടടുത്തൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ഒറിജിനലാണ് കേട്ടോ. ഇത് അവിടുത്തെ അവരുടെ ഒരു പെറ്റ് തന്നെയാണ്. ഇത് ഒറിജിനലാണ് ഈ ക്യാറ്റ്. അപ്പോൾ അവൻ പേടിച്ചിട്ടിരിക്കുകയാണ് നമ്മളെയൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ സുമേഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് റൂമിലേക്കാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കാറിൽ കയറിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളിനി ഒരു 3-4 മണിക്കൂർ ട്രാവലും കൂടെ ഉണ്ട് നമുക്കിന്ന് റൂമിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് റൂമിലെത്തി. അപ്പോൾ റൂമിലെത്തി ഇനിയിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഡേ 3 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നാളെയൊക്കെ നമുക്ക് ഓഫാണ്. ഇനി അടുത്ത വീക്കിൽ നമുക്ക് ഇനി പ്രോഗ്രാം ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ UK വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഒരുപാട് രസമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ അടിപൊളിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് മെറ്റീഷ്യൻ മുഹമ്മദ് ഷാനു. ബൈ ബൈ, ടാറ്റാ.